കുറച്ച് പേരും കൂടി ക്ലാസ്സിൽ കയറട്ടെ കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിരുന്നോ? ഓർഡർ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. കുറച്ച് പേർക്ക് കിട്ടിയല്ലേ? എല്ലാവരും നിർബന്ധമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണം കേട്ടോ. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഓപ്പറേഷൻ തിയേറ്റർ ആണ് എടുത്തത്. നിങ്ങൾ വായിച്ചായിരുന്നോ? ടെക്സ്റ്റ് കയ്യിലുള്ളവർ വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ. യെസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാവുന്നത് OR എക്യുപ്മെന്റ്സ് ആണ്. ഓപ്പറേഷൻ തിയേറ്റർ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു അല്ലേ? തുടങ്ങി വെച്ചിരുന്നു. എത്ര പേരുണ്ടാവുന്നുണ്ട് ക്ലാസ്സില്? സ്ട്രെങ്ത് എത്ര പേരുണ്ടാവുന്നുണ്ട് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാണാറുണ്ടോ നിങ്ങൾ? അങ്ങനെ 65 ആണ് അല്ലേ? ഓക്കെ. അതിന് മേലെ ഉണ്ടോ? യെസ്. ഓക്കെ. OR equipments. എന്തൊക്കെയായിരിക്കാം OR equipments? An operating room has special equipments like respiratory and cardiac support, emergency resuscitating devices, patient monitors, and diagnosis tools. ഓപ്പറേഷൻ തിയേറ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ എക്യുപ്മെന്റ്സുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യത്തേത് എന്താ പറയുന്നത്? റെസിപ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്. ഏത് തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളാണ് റെസിപ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ? ശ്വസന ഹൃദയ സപ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെ? ശ്വസന ഹൃദയ സപ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, അതായത് കണ്ടിന്യൂസ് എയർവേ എന്താണ് പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് അല്ലെ, എയർവേ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എക്യുപ്മെന്റ്സുകളാണ്. അത് ഏതൊക്കെയാണ് വരുന്നത്? അപ്പൊ അതില് കാർഡിയാക് സപ്പോർട്ട് കൊടുക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏതെങ്കിലും അറിയാമോ നിങ്ങൾക്ക്? റെസിപ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് എക്യുപ്മെന്റ്സിൽ ഏതെങ്കിലും അറിയാമോ?
അറിയില്ല, ആർക്കും അറിയില്ല. വെന്റിലേറ്റേഴ്സ് കേട്ടിട്ടുണ്ടോ? യെസ്, ഓക്സിജൻ തെറാപ്പി ആൻഡ് വെന്റിലേറ്റേഴ്സ് അല്ലെ. ഓക്സിജൻ തെറാപ്പി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വെന്റിലേറ്റേഴ്സ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് എയർവേ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, റെസ്പിറേഷൻ ഓക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ കാർഡിയാക് സപ്പോർട്ട് ഡിവൈസസുകൾ ഉപയോഗിക്കുന്നത്. വെന്റിലേറ്റേഴ്സ് ആൻഡ് ഓക്സിജൻ തെറാപ്പി. ഓക്കെ, അതാണ് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്സിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ. ദെൻ എമർജൻസി റിസസിറ്റേറ്റീവ് ഡിവൈസസ്. അടുത്തത് ഏതാണ് പറയുന്നത്? എമർജൻസി റിസസിറ്റേറ്റീവ് ഡിവൈസസ്. അതെന്തായിരിക്കും? ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ, എമർജൻസി ആണ്. എമർജൻസി ഡിവൈസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും അപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത്? എന്തെങ്കിലും അറിയാമോ? അതായത് നമ്മുടെ ലങ്സ് വികസിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിൽ ഏതൊക്കെയാണ്? അതായത് പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാല് ഏത് എക്യുപ്മെന്റ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്? ശ്രീലക്ഷ്മി, ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ പേടിപ്പിക്കുകയാണോ നമ്മളെ? ഓൺ ആയി പോയതാണോ? ഓക്കെ, പറയൂ. എമർജൻസി റിസസിറ്റേറ്റീവ് ഡിവൈസസ് ഏതൊക്കെയാണ്? ഡെഫിബ്രിലേറ്റേഴ്സ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഡെഫിബ്രിലേറ്റേഴ്സ് എന്തിനാണ്? ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ നിന്ന് പോയി കഴിഞ്ഞാൽ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഡെഫിബ്രിലേറ്റർ കേട്ടിട്ടില്ലേ? ഡെഫിബ്രിലേറ്റേഴ്സ് കണ്ടിട്ടില്ലേ? നമ്മൾ ഹാർട്ടിന്റെ പ്രവർത്തനം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്യുപ്മെന്റ്സ് ആണ് അത്. ഡോക്ടേഴ്സ് നമ്മളിപ്പോ വീഡിയോസിലെ കണ്ടിട്ടുണ്ടാവും, നമ്മള് ഒരു മെഷീൻ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ ഒരു രണ്ടിങ്ങനെ പിടിക്കാനുള്ള ഒരു ടൂൾ ഉണ്ടാവും, അതിലിങ്ങനെ ഡോക്ടേഴ്സിന്റെ പ്രസ് ചെയ്യും ചെസ്റ്റില്. അപ്പൊ എന്താണ്? ഹാർട്ടിന്റെ പ്രവർത്തനം റീസ്റ്റാർട്ട് ചെയ്യും. കണ്ടിട്ടില്ലേ വീഡിയോസില്? യെസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഫിബ്രിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കൂ. എമർജൻസി റിസസിറ്റേറ്റീവ് ഡിവൈസസിന്റെ നേരെ എഴുതി വെക്കുക. എന്താണ്? ഡെഫിബ്രിലേറ്റർ, PEFI നോട്ട് ചെയ്യാ. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ് റൂമിൽ നോക്കിയാൽ കാണും കേട്ടോ, ഇട്ടിട്ടുണ്ടാവും. റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാക്കി അത് പോയി കാണാം കേട്ടോ. ഓക്കെ, ഡെഫിബ്രിലേറ്റർ, DEFI BRILLATOR, defibrillator. DEFI heading portion in operation theater chapter 14. നമ്പേഴ്സ് നോക്കണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ചാപ്റ്റർ നമ്പർ നോക്കണ്ട, നിങ്ങൾ പേര് നോക്കിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. 1-2 മൊഡ്യൂൾസ് എല്ലാം മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത് ടീച്ചേഴ്സ്. ഓർഡറിൽ കറക്റ്റ് ഓർഡറിൽ തന്നെ എടുക്കില്ല. ഓക്കെ, എഴുതിയോ? ഡെഫിബ്രിലേറ്റേഴ്സ് എഴുതിയോ? DEFI BRILLATOR, ഡെഫിബ്രിലേറ്റർ. യെസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഡെഫിബ്രിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിനു വേണ്ടിയിട്ടാണ് ഹാർട്ടിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഹാർട്ടിന്റെ റിതം റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡെഫിബ്രിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതൊരു എമർജൻസി ഡിവൈസസ് ആണ്. അതുപോലെ തന്നെ CPR എന്താണ്? CPR കാർഡിയോ പൾമോണറി, നോട്ട് ചെയ്യാം. കാർഡിയോ പൾമോണറി CARDIO, cardiopulmonary, PULMONARY, pulmonary.
cardiopulmonary resuscitation. RESUCITATION. RESUCITATION. Yes. Cardiopulmonary resuscitation. ഇവിടെ കമന്റ്സിൽ കിടപ്പുണ്ട് കേട്ടോ. ഇനി സ്പെല്ലിംഗ് കിട്ടാത്തവർ അതിലൊന്ന് നോക്കി എഴുതിയാൽ മതി. എന്തിനാണ് CPR കൊടുക്കുന്നത്? CPR കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? Restoring blood circulation and breathing. Restoring blood circulation and breathing. അല്ലെ, blood circulation ഈസി ആക്കുന്നതിന് ബ്രീത്തിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ CPR കൊടുക്കുന്നത്. കാർഡിയോപൾമോണറി റീസസിയേഷൻ. CPR കൊടുക്കാന്ന് കേട്ടിട്ടില്ലേ നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിലെ കാർഡിയാക് അറ്റാക്ക് ഒക്കെ സംഭവിക്കുന്ന സമയത്ത്? കേട്ടിട്ടില്ലേ നിങ്ങള്? യെസ്. ഓക്കെ. അപ്പൊ എമർജൻസി റീസസിക്കേറ്റഡ് ഡിവൈസസിൽ രണ്ടെണ്ണമാണ് നമ്മൾ എഴുതിയത് അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന് ഡെഫിബ്രിലേറ്റേഴ്സ്, പിന്നെ എന്താണ് CPR. ഓക്കെ. റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് എഴുതിയത് നമ്മള്? ഒന്ന് ഓക്സിജൻ തെറാപ്പി ആൻഡ് വെന്റിലേറ്റർ. ഓക്സിജൻ തെറാപ്പി ആൻഡ് വെന്റിലേറ്റർ. ഓക്കെ, അവിടം വരെ ഓക്കെ ആണോ? അവിടെ വരെ ഓക്കെ ആണോ പിള്ളേരെ? യെസ്. നെക്സ്റ്റ് വരുന്ന എന്താണ്? നെക്സ്റ്റ് എക്യുപ്മെന്റ്സിൽ വരുന്നതാണ് എന്ത്? പേഷ്യന്റ് മോണിറ്റേഴ്സ് അല്ലെ. പേഷ്യന്റ് മോണിറ്റേഴ്സ്. എന്താണ് പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്? പേഷ്യന്റ് മോണിറ്റേഴ്സ് ഇപ്പൊ തിയേറ്റേഴ്സിലൊക്കെ നമ്മൾ ആ മോണിറ്റർ കണ്ടിട്ടുണ്ടാവുമല്ലേ അല്ലെ. അല്ലെങ്കിൽ തിയേറ്റർ നല്ല ഇപ്പൊ കാഷ്വാലിറ്റി തന്നെ എന്താണ് പേഷ്യന്റ് മോണിറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും കാണാൻ അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ടാണ് പേഷ്യന്റ് മോണിറ്റേഴ്സ് വെച്ചിരിക്കുന്നത്? യെസ്, പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? റെക്കോർഡ്സ് ആൻഡ് ഡിസ്പ്ലേ പേഷ്യന്റ് ബയോമെട്രിക് വാല്യൂസ്. പേഷ്യന്റിന്റെ ബയോമെട്രിക് വാല്യൂസ് നോക്കുന്നതിന് വേണ്ടിയിട്ട്. ബയോമെട്രിക് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? BP അല്ലെ, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, then body temperature, then oxygen saturation. ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്? പേഷ്യന്റ് മോണിറ്റേഴ്സ് വെച്ചിരിക്കുന്നത് അല്ലെ. പേഷ്യന്റ് മോണിറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? പേഷ്യന്റ് മോണിറ്റേഴ്സിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? പേഷ്യന്റിന്റെ ബയോമെട്രിക് വാല്യൂസ് ആയ എന്തൊക്കെയാണ് ബയോമെട്രിക് വാല്യൂസ് എന്ന് പറയുന്നത്? അപ്പോ BP നോട്ട് ചെയ്ത് കേട്ടോ. BP, ബ്ലഡ് പ്രഷർ, heart rate, BP, heart rate, body temperature, and oxygen saturation, BP, heart rate, temperature, and oxygen saturation. പേഷ്യന്റ് മോണിറ്ററിന്റെ ഡ്യൂട്ടി എന്താണ്? ദാറ്റ് മീൻസ് റെക്കോർഡ്സ് ആൻഡ് ഡിസ്പ്ലേ അല്ലെ. ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ പേഷ്യന്റ് മോണിറ്റേഴ്സ് ആയിട്ട് പേഷ്യന്റ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഇതെല്ലാം ലിങ്ക് ചെയ്തിട്ടാണ് പേഷ്യന്റ് മോണിറ്റേഴ്സ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? പേഷ്യൻസിന്റെ എല്ലാ വൈറ്റൽ സൈൻസ് എന്ത് ചെയ്യും? ആ വൈറ്റൽ സൈൻസ് എല്ലാം തന്നെ ആ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് റെക്കോർഡഡ് ആയിരിക്കും അല്ലെ. പേഷ്യന്റിന്റെ BP എങ്ങനെയാണ്, ഹാർട്ട് റേറ്റ് എത്രയാണ്, ഓക്സിജൻ സാച്ചുറേഷൻ എങ്ങനെയാണ്, എല്ലാം എന്താണ് ഈ പേഷ്യന്റ് ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അതെല്ലാം തന്നെ എന്താണ് ആ മോണിറ്ററിൽ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കാണാൻ സാധിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ പേഷ്യന്റ് മോണിറ്റേഴ്സ്? ഇപ്പൊ തിയേറ്ററിൽ തന്നെ കയറുന്നില്ല, നമ്മളിപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കാഷ്വാലിറ്റിയിലും ഇത് കാണാൻ സാധിക്കും അല്ലെ. ഓക്കെ, യെസ്. ഓക്കെ ആണല്ലോ. ക്ലിനിക്സിലൊക്കെ ഉണ്ടാവും അല്ലെ പേഷ്യന്റ് മോണിറ്റേഴ്സ്. ഓക്കെ, അത് ക്ലിയർ ആണോ? പേഷ്യന്റ് മോണിറ്റേഴ്സ്. യെസ്. ഇനി അടുത്തത് എന്താണ്? അടുത്ത എക്യുപ്മെന്റ്സിൽ വരുന്നത് എന്താണ്? ഡയഗ്നോസ്റ്റിക്സ് ടൂൾസ് അല്ലെ. ഡയഗ്നോസ്റ്റിക്സ് ടൂൾസ്.
ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഡയഗ്നോസിസ് ടൂൾസിൽ ഉൾപ്പെടുന്നത്? എന്തൊക്കെ വരാം? സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റേഴ്സ്, പിന്നെ BP apparatus, പൾസ് ഓക്സിമീറ്റർ, ഗ്ലൂക്കോമീറ്റർ, പിന്നെന്താണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്, പിന്നെ CT, MRI, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഡയഗ്നോസിസ് ടൂൾസിൽ ഉൾപ്പെടുന്നവയാണ്. നോട്ട് ചെയ്യാട്ടോ. ഏതൊക്കെയാണ്? തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, BP apparatus, BP നോക്കുന്ന മെഷീൻസ് കണ്ടിട്ടില്ലേ? ഓക്കെ, BP apparatus, ഡോസിമീറ്റേഴ്സ്, ഡോസിമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡോസിമീറ്റർ ക്ലിയർ ആവുന്നില്ല. ശബ്ദമാണോ പറയുന്നത് ക്ലിയർ ആവുന്നില്ല എന്നാണോ? എന്താണോ ചോദിക്കുന്നത്? പറയുന്നത് ക്ലിയർ അല്ലെന്നോ? ശബ്ദമാണോ അവിടെ ചോദിക്കുന്നത്? ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ലെന്നാണോ പറയുന്നത്? വോയിസ് ബ്രേക്ക് ആവുന്നതാണോ? സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? റേഞ്ച് ഉള്ളടത്ത് ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. എക്കോ വരുന്നുണ്ടല്ലേ? റേഞ്ച് ഉള്ളടത്തൊന്നും ഇരിക്കുക. കുറച്ച് ചിലപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മാക്സിമം റേഞ്ച് ഉള്ളടത്ത് ഇരിക്കുക കേട്ടോ. ഓക്കെ, ഡോസിമീറ്റർ എന്തിനാണ് നോക്കുന്നത്? ഡോസിമീറ്റർ റേഡിയേഷൻ എക്സ്പോഷർ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് റേഡിയേഷൻ അളവ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോസിമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിവൈസ് ഏതാണ് നമ്മൾ പറഞ്ഞത്? നെക്സ്റ്റ് ടൂൾ ഏതാണ് പറഞ്ഞത്? സ്റ്റെതസ്കോപ്പ് പറഞ്ഞു, ഇലക്ട്രോകാർഡിയോഗ്രാം, തെർമോമീറ്റർ, ദെൻ മറ്റ് ഇമാജിനറി ടെക്നിക്സിലൊക്കെ അതിൽ ഉൾപ്പെടുന്ന അല്ലെ? CT ആൻഡ് MRI ഒക്കെ എന്താണ്? ഡയഗ്നോസിസ് ടൂൾസിൽ ഉൾപ്പെടുന്നതാണ്. CT ആൻഡ് CT സ്കാൻസ് ആൻഡ് MRI സ്കാൻ എന്തിൽ ഉൾപ്പെടുന്നതാണ്? ഡയഗ്നോസിസ് ടൂൾസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, യെസ്, ഒന്നുകൂടി നോക്കാം. An operating room has special equipments like ഏതൊക്കെയാണ്? ഏതൊക്കെ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ആണ്? Respiratory and cardiac support. Then emergency resuscitative devices. Patient monitors and diagnosis tools. Respiratory and cardiac support ഏതൊക്കെ ഡിവൈസസ് ആണ് വരുന്നത്? ഏതൊക്കെ ഡിവൈസസ് ആണ് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെ ഡിവൈസസ് ആണ്? പറയൂ, ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഓക്സിജൻ തെറാപ്പി ആൻഡ് വെന്റിലേറ്റർ. Then എമർജൻസി റിസസിറ്റേറ്റീവ് ഡിവൈസ് ഏതൊക്കെയാണ് പറഞ്ഞത്? എമർജൻസി റിസസിറ്റേറ്റീവ് ഡിവൈസസ് ഏതൊക്കെയാണ്? ചോദിക്കുന്നത് അറിയാവുന്നെങ്കിൽ നല്ല രീതിയിൽ അത് റെസ്പോണ്ട് ചെയ്ത് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഡെഫിബ്രിലേറ്റേഴ്സ് ആൻഡ് CPR അല്ലെ? എമർജൻസി റിസസിറ്റേറ്റീവ് ഡിവൈസസിൽ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ഡെഫിബ്രിലേറ്റേഴ്സ് ആൻഡ് CPR. Then patient monitors. Patient monitors എന്തിനാണ്? റെക്കോർഡ്സ് ആൻഡ് ഡിസ്പ്ലേ പേഷ്യന്റ് ബയോമെട്രിക് വാല്യൂസ്. പേഷ്യന്റിന്റെ ബയോമെട്രിക് വാല്യൂസുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മോണിറ്റേഴ്സ് ആണ് പേഷ്യന്റ് മോണിറ്റേഴ്സ് അല്ലെ? ബയോമെട്രിക് വാല്യൂസ് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? BP, blood pressure, then body temperature, heart rate, oxygen saturation. ഇത്തരം കാര്യങ്ങളാണ് പേഷ്യന്റ് മോണിറ്റേഴ്സിൽ
ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. യെസ്. ദെൻ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് ടൂൾസ് തെർമോമീറ്റേഴ്സ്, സ്റ്റെതസ്കോപ്പ്, MRI, CT, പൾസ് ഓക്സിമീറ്റർ, ഇലക്ട്രോകാർഡിയോഗ്രാം, അങ്ങനെ എല്ലാ ഡയഗ്നോസിസ് ടൂൾസും എന്ത് വരുന്നുണ്ട്? ഡയഗ്നോസിസ് ടൂൾസിൽ ഉൾപ്പെടുന്നവയാണ്. ഫസ്റ്റും സെക്കൻഡും ഒന്നുകൂടി പറയുമോ? ഏതാണോ? റെസിപ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെയായിരുന്നു? ഓക്സിജൻ തെറാപ്പി ആൻഡ് വെന്റിലേറ്റേഴ്സ്, ശ്വസന ഹൃദയ സപ്പോർട്ടിനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണവ അല്ലെ? കണ്ടിന്യൂസ് എയർവേ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത്, വെന്റിലേറ്റേഴ്സ് ആൻഡ് ഓക്സിജൻ തെറാപ്പി. ദെൻ എമർജൻസി റെസിസ്റ്റേറ്റ് ഡിവൈസസിൽ ഏതാണ് പറഞ്ഞത്? ഡെഫിബ്രിലേറ്റേഴ്സ് ആൻഡ് CPR. മനസ്സിലായോ? OR equipments ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ക്ലിയർ ആണ് മെസ്സേജ് ചെയ്യാം കേട്ടോ. OR equipments ക്ലിയർ ആണോ? മനസ്സിലായോ? ശ്രീലക്ഷ്മിക്ക് ഏതിന്റെ സ്പെല്ലിംഗാ ചോദിക്കുന്നത്? ഏത് സ്പെല്ലിംഗ് ആണ് ചോദിക്കുന്നത്? സെക്കൻഡ് വണ്ണിൽ വരുന്നതോ? ഏതാണോ? ഡെഫിബ്രിലേറ്റേഴ്സിന്റെ സ്പെല്ലിംഗ് ആണോ ചോദിക്കുന്നത്? ഡെഫിബ്രിലേറ്റർ ആണോ? ഓക്കെ. DEFI നോട്ട് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞല്ലോ, 2-3 പ്രാവശ്യം പറഞ്ഞിരുന്നു. DEFI, BRI, LLATOR. ഇവിടെ ഫ്രണ്ട്സ് കമന്റ് ചെയ്യുന്നുണ്ട്, നോക്കിയാൽ മതി. മെസ്സേജ് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. യെസ്. ഓക്കെ. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? നിങ്ങൾ OR equipments നെക്സ്റ്റ് ഭാഗം എടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ടെക്സ്റ്റ് കയ്യിലില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാവരും വായിക്കാം കേട്ടോ. ഈ 4 സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ആണ്. ഈ കാറ്റഗറി ഓഫ് ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? ഓപ്പറേഷൻ തിയേറ്ററില് പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ. യെസ്. നെക്സ്റ്റ്, some of the staff who work in operating theaters consist of the following. Some of the staff who working in operating theaters consist of the following. എന്താണ്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ഏതൊക്കെ സ്റ്റാഫുകളാണ്, ആരൊക്കെയാണ് അതിന്റെ അകത്ത് പ്രവർത്തിക്കുന്നത്? ഓക്കെ. യെസ്. ഓപ്പറേഷൻ തിയേറ്റേഴ്സ് സ്റ്റാഫുകൾ ആരൊക്കെയാണ്, അവർ വർക്ക് ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. കേട്ടോ, PDF നോക്കാം. സർജൻസ് who perform the operation. Surgeon who perform the operation. ഓരോന്ന് പറയാട്ടോ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Then second point, anesthesiast who give anesthetics to restrain pain both before and during the operation. Then theater nurse who take care of patients throughout all 4 stages of the operation. Fourth point, theater support workers who shift patients between the ward and operating theaters. Then cardiographers to monitor the ECG machine. Then radiographers to take X-ray if they are required. Okay. അപ്പൊ ഇത്രയും കാറ്റഗറി വർക്കേഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? സർജൻസ് ഹു പെർഫോം ദ ഓപ്പറേഷൻ. ആദ്യത്തെ സ്റ്റാഫുകൾ ആരൊക്കെയാണെന്നാണ് ഇപ്പൊ പറയുന്നത്? ആരാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? ഓപ്പറേഷൻ ചെയ്യുന്നത് ആരാണ്? സർജൻ അല്ലെ? സർജൻ ഹു പെർഫോം ദ ഓപ്പറേഷൻസ്. ഓപ്പറേഷൻ നടത്തുന്ന സർജന്മാർ എവിടെ ഉണ്ടായിരിക്കും? ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. സർജൻസ് ഹു പെർഫോം ദ
ഓപ്പറേഷൻ. ഓക്കെ, ആദ്യത്തെ പോയിന്റ് മനസ്സിലായോ? ഓപ്പറേഷൻ നടത്തുന്ന സർജന്മാർ എവിടെ ഉണ്ടായിരിക്കും? ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കുന്നതാണ്. യെസ്. സെക്കൻഡ് പോയിന്റ്, anesthetists who give anesthetics to restrain pain both before and during the operation. എന്താണ്? ഓപ്പറേഷന് മുമ്പും സമയത്തും വേദന നിയന്ത്രിക്കാനായിട്ട് ആരുണ്ടായിരിക്കും? അനസ്തേഷ്യകൾ ഉണ്ടായിരിക്കും. അനസ്തേഷ്യ കൊടുക്കുന്നതിന് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. എപ്പോഴാണ്? ഓപ്പറേഷന് മുമ്പും അതിന് സമയത്തും വേദനകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അനസ്തേഷ്യ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അനസ്തേഷ്യസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ ആണോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? Yes. Then theater nurses who take care of patients throughout all 4 stages of the operation. Theater nurses who take care of patients throughout all 4 stages of the operation. എന്താണ്? ഓപ്പറേഷൻസിന്റെ 4 ഘട്ടങ്ങളിലും രോഗികളെ പരിചരിക്കുന്നതിനായിട്ട് ആരുണ്ടായിരിക്കും? തിയേറ്റർ നഴ്സുമാരുണ്ടായിരിക്കും. ഓപ്പറേഷന്റെ ഒരു ഓപ്പറേഷൻ ഏകദേശം 4 ഘട്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ? 4 സ്റ്റേജസ് ഉണ്ട്. നമ്മൾ അതിലേക്ക് കിടക്കും, അത് എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ തരാം കേട്ടോ. Then 4 stages of the operation. ആ 4 ഘട്ടങ്ങളിലും അത് നിയന്ത്രിക്കുന്നതിനും പരിചരിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനുമായിട്ട് ആരുണ്ടായിരിക്കും? തിയേറ്റർ നഴ്സസ്മാര് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, theater nurses who take care of patients throughout all 4 stages of the operation. Okay. Next, 4th point. Theater support workers who shift patients between the wards and the operating theater. Theater support workers who shift patients between the wards and the operating theater. എന്താണ് 4th പോയിന്റിൽ പറയുന്നത്? സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഷിഫ്റ്റ് പേഷ്യൻസ് ബിറ്റ്വീൻ വാർഡ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സ്. രോഗികളെ വാർഡുകളിലേക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും മാറ്റുന്ന തിയേറ്റർ നഴ്സസ്മാര്, തിയേറ്റർ അസിസ്റ്റന്റുമാർ അല്ലെങ്കിൽ സപ്പോർട്ട് വർക്കേഴ്സ് തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കും. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന വാർഡിലേക്കൊക്കെ മാറ്റുന്ന ഷിഫ്റ്റ് ചെയ്യുന്ന തൊഴിലാളികൾ അല്ലെ? സ്റ്റാഫ്സിനെയാണ് അവിടെ സപ്പോർട്ടിംഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരും ഇതിലുണ്ടായിരിക്കും, തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളിൽ ഉൾപ്പെടുന്നവരാണ്. ഓക്കെ, നെക്സ്റ്റ് 5th പോയിന്റ് എന്താണ്? Cardiographers to monitor the ECG machine. Cardiographers to monitor the ECG machine. എന്താണ്? ECG മെഷീൻ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാർഡിയോഗ്രാഫേഴ്സ്മാരുണ്ടായിരിക്കും അല്ലെ? ECG മെഷീൻസ് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, then 6th പോയിന്റ് എന്താണ്? Radiographers to take X-ray if they are required. Radiographers to take X-rays if they are required. അല്ലെ? ആവശ്യമെങ്കിൽ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയിട്ട് റേഡിയോഗ്രാഫേഴ്സും തിയേറ്ററിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആവശ്യമെങ്കിൽ എക്സ്റേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ചെസ്റ്റ് എക്സ്റേ ഒക്കെ ആവശ്യമായി വന്നേക്കാം അല്ലെ? ചില സമയത്തിലപ്പോ എന്താണ്? റേഡിയോഗ്രാഫേഴ്സും അവിടെ ആവശ്യമായി വന്നേക്കാം. ഓക്കെ, ആരൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ? ആരൊക്കെയാണ്? സർജൻസ് ഹു പെർഫോം ദ ഓപ്പറേഷൻ. സർജന്മാരാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തുന്ന സർജന്മാര് തിയേറ്ററിൽ ഉണ്ടായിരിക്കും. ഓക്കെ, then സെക്കൻഡ് പോയിന്റ് എന്താണ്?
Anesthesists to who give anesthetics to restrain pain both before and during the operation. ഓപ്പറേഷന് മുൻപും സമയത്തും വേദനകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ആരുണ്ടായിരിക്കും? അനസ്തേഷ്യസ്റ്റുകൾ ഉണ്ടായിരിക്കും. അനസ്തേഷ്യ കൊടുക്കുന്നതിനായിട്ട് അനസ്തേഷ്യസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, എത്ര പേരായി? 2 പേരായി അല്ലെ? സർജൻസ് ആയി, അനസ്തേഷ്യസ്റ്റുകളായി. നെക്സ്റ്റ് എന്താണ്? തിയേറ്റേഴ്സ് നഴ്സസ് അല്ലെ? തിയേറ്റർ നഴ്സസ് എന്തിനു വേണ്ടിയിട്ടാണ്? who take care of patients throughout all 4 stages of the operation. ഓപ്പറേഷന്റെ 4 ഘട്ടങ്ങളിലും പേഷ്യൻസിനെ പരിചരിക്കുന്നതിനായിട്ട് തിയേറ്റർ നഴ്സസ്മാരുണ്ടായിരിക്കും. ഓക്കെ, തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്. അതാരാണ്? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ഷിഫ്റ്റ് പേഷ്യൻസ് between the wards and operating theaters. പേഷ്യൻസിനെ വാർഡിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിയേറ്റർ സപ്പോർട്ടേഴ്സ് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. Then cardiographers to monitor the ECG emission. ECG emission monitor ചെയ്യുന്നതിനായിട്ട് കാർഡിയോഗ്രാഫർമാരുണ്ടായിരിക്കും. Then radiographers to take X-ray if they are required. ആവശ്യമെങ്കിൽ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയിട്ട് റേഡിയോഗ്രാഫേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും പേരാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അല്ലെ? ആരൊക്കെയാണ്? സർജൻസ്, അനസ്തേഷ്യസ്റ്റുകള്, theater nurses, theater support workers, cartographers and radiographers. Okay, ഒന്ന് വായിച്ചു നോക്കിയാൽ 6 പോയിന്റ്സ് വന്നിരുന്ന് വായിച്ചു നോക്കിയേ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ചോദിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പിള്ളേരെ? അത് അടുത്ത ഭാഗം പറയട്ടെ. എല്ലാവർക്കും ക്ലിയർ ആണോ? രമീഷ ലാസ്റ്റ് ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പൊ പറയാം, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മുടെ സമയം പോകും. ലാസ്റ്റ് ഒരു ഭാഗം കൂടി പറയും കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക. ഇനി പറ്റിയില്ലെന്നാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. പിന്നെ നിങ്ങൾ കൃത്യ ടൈമിൽ തന്നെ ക്ലാസ്സിൽ കയറാൻ നോക്കണം കേട്ടോ. എല്ലാവരും കൂടെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മള് കയറുന്നവരോട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരില്ലേ? അപ്പൊ മറ്റു കുട്ടികൾക്കും അത് ബുദ്ധിമുട്ടാവും കേട്ടോ. വേറൊരു ഇതിൽ ബുദ്ധിമുട്ടാവാൻ വേണ്ടി പറയുന്നല്ല. പറഞ്ഞു തരാം, ഞങ്ങൾ എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു തരാനായിട്ട് ഞങ്ങൾ ബാധ്യസ്ഥരാണ്, പറഞ്ഞു തരാം. പക്ഷെ കുറെ ലേറ്റ് ആയിട്ട് കയറി കഴിഞ്ഞ് പിന്നെയും ചോദിച്ചാൽ നമുക്ക് ബാക്കി പോർഷൻസ് നീങ്ങില്ല നമ്മുടെ കേട്ടോ. നമുക്ക് 1-2 മുട്ടുകൾ തീർത്തിട്ടാണ് ഒരു എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് കേട്ടോ. പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അടുത്തത് പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT. നെക്സ്റ്റ് ഭാഗം കൂടി നമ്മൾ നോക്കുവാണ്. പതിയാണ് പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പയ്യെ പോകുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് സ്പീഡിൽ പോകും ക്ലാസ്സുകള്. ഓക്കെ, നമുക്കൊരു നിർദ്ദിഷ്ട ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ടൈം പീരീഡിനുള്ളിൽ 1-2 മൊഡ്യൂൾസ് തീർക്കണം എന്നൊക്കെ നമുക്ക് ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ട്. എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ബാക്കി പറഞ്ഞു തരാം കേട്ടോ.
യെസ്, പോളിസി ടു എൻറ്റർ ഇൻ ആർ ഔട്ട്. അപ്പൊ എന്തൊക്കെ പോളിസീസ് ആണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? കുറച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? എന്തൊക്കെ അറിയാമെന്ന് നിങ്ങൾക്ക് ഇതിൽ നോക്കാതെ ഒന്ന് പറഞ്ഞേ. ഒരു ഓപ്പറേഷൻ തിയേറ്റർ കയറണമെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിൽ കയറുന്നത്? തോന്നിയ പോലെ ഒന്നും നമുക്കത് കയറി പോകാൻ പറ്റുമോ തിയേറ്ററിലേക്ക്? ഇല്ല അല്ലെ? അതിന് പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ? മറ്റു ഡിപ്പാർട്ട്മെന്റ്സുകൾ പോലെ എല്ലാ ഹോസ്പിറ്റലില് ഏറ്റവും കെയർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഏരിയ ആണെന്ത്, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ വളരെ വളരെ എന്താണ് വിശദമായിട്ടുള്ള പ്രൊസീജിയേഴ്സിൽ കൂടി തന്നെ കടന്നു വേണം അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ഓക്കെ, യെസ്, ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ഗോൾഡ് റിമൂവ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാം അല്ലെ? കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഡ്രസ്സസ് ശ്രദ്ധിക്കണം, ഹൈജീനിക് ആയിട്ടായിരിക്കും നമ്മൾ അതിന്റെ അകത്ത് പ്രവേശിക്കേണ്ടത്. ഓക്കെ, യെസ്, ബാക്കി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു ഓൾ OR പേഴ്സണൽ ആൻഡ് ഷോ യുവർ ID. എന്താണ് ഫസ്റ്റ് കയറുന്ന സമയത്ത് എന്ത് കാണിക്കണം എന്നാണ് പറയുന്നത്? ID പ്രൂഫ് അല്ലെ? ഐഡന്റിറ്റി കാർഡ്. എല്ലാ പേഴ്സണൽ എന്നോട് ഉദ്ദേശിക്കുന്ന ആരാണ്? OR പേഴ്സണൽ എന്നോട് ഉദ്ദേശിക്കുന്ന ആരാണ്? നമ്മൾ ഈ പേഴ്സണൽ എന്ന വാക്കുകൾ ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഇങ്ങനെ കാണും. പേഴ്സണലിനോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റാഫുകളാണ് കേട്ടോ. സ്റ്റാഫുകളാണ്, ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. OR പേഴ്സണൽ വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് പേഴ്സണൽ, അതിൽ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വീണ്ടും ചോദിക്കുന്നത് ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നത് പേഴ്സണൽ നമ്മൾ പല ചാപ്റ്റേഴ്സിൽ ഇനി കാണാൻ പോകുന്നുണ്ട് അങ്ങനെ. ഓക്കെ, അപ്പൊ അവർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ID കാർഡ് കാണിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഓക്കെ, യെസ്, then സെക്കൻഡ് പോയിന്റ് എന്താണ്? ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റെൻഡേഴ്സ് ആൻഡ് ചിപ്ഡ് നെയിൽ പോളിഷ് പ്രൊട്ടക്ട് more microorganism that hands and can possibly tail എന്നല്ല കേട്ടോ. ക്യാൻ കഴിഞ്ഞിട്ട് ടീച്ചർ പറയുന്ന സെന്റൻസ് അവിടെ എഴുതണേ. ക്യാൻ എന്ന് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. ക്യാൻ കഴിഞ്ഞതിന് ശേഷം പൊട്ടൻഷ്യലി കണ്ടാമിനേറ്റ് എന്നാക്കാം കേട്ടോ. പൊട്ടൻഷ്യലി കണ്ടാമിനേറ്റ് ദ സ്റ്റെറൈൽ ഏരിയ എന്നാണ് കേട്ടോ. ക്യാൻ കഴിഞ്ഞതിന് ശേഷം പോസിബിളി എന്നത് വെട്ടാം. പോസിബിളി ടൈം എന്നുള്ളത് വെട്ടിയിട്ട് ഇവിടെ എന്താ എഴുതേണ്ടത്? പൊട്ടൻഷ്യലി കണ്ടാമിനേറ്റ്. പൊട്ടൻഷ്യലി കണ്ടാമിനേറ്റ് എന്നാക്കാം. ടെക്സ്റ്റ് ഉള്ളവർ ക്ലിയർ ചെയ്തോ? ടെക്സ്റ്റ് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ളവർ അത് ക്ലിയർ ചെയ്തോളണം കേട്ടോ. ഓക്കെ, യെസ്, potentially contaminate the sterile area, so avoid it. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ എന്താണ്? ചിപ്ഡ് നെയിൽസ് നമ്മുടെ ഗേൾസിന് അറിയാൻ പറ്റും അല്ലെ? ഇതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ നെയിൽസ്. കണ്ടിട്ടില്ലേ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നെയിൽസ് വെക്കുന്നത്? എക്സ്റ്റെൻഡേഴ്സ്, ചിപ്ഡ് നെയിൽ പോളിഷുകൾ. ഇത്തരം കാര്യങ്ങൾ ഒരു OR റൂമിൽ അലൗഡ് ആണോ? അലൗഡ് ആക്കാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ നഴ്സുമാരുടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഒക്കെ കയ്യിൽ വന്നിട്ടില്ലേ, വളരെ ഇങ്ങനെയായിരിക്കും, ഹൈജീനിക് ആയിരിക്കും. വേറെ ഒന്നും തന്നെ മറ്റു ജ്വല്ലറീസോ മറ്റൊന്നും തന്നെ നെയിൽ പോളിഷോ ഒന്നും തന്നെ അവർ ഇട്ടിട്ടുണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? അതില് എന്താണ്? chipped nail polish and other extenders and artificial nails to protect more microorganisms that hands can potentially contaminate the sterile area. എന്താണ് ഈ ചിപ്ഡ് നെയിൽ പോളിഷുകൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ നെയിൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിന്റെ ഉള്ളില് ഈ മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊട്ടക്ട് ചെയ്തിടും അല്ലെ? മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ എന്താണ്? സൂക്ഷ്മ ജീവികൾ അല്ലെ? സൂക്ഷ്മ രോഗാണുക്കൾ ഇതില് ഇതിന്റെ അകത്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും അല്ലെ? അത് എന്താണ്? സ്റ്റെറൈൽ ആയിട്ടുള്ളത് മുക്തമായിട്ടുള്ള ഒരു ഏരിയനെ എന്താണ് ജേം ഫ്രീ ആയ ഒരു എൻവയോൺമെന്റിനെ എന്താക്കുന്നത്? മലിനമാക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അത്തരത്തിലുള്ള നെയിൽ പോളിഷുകളോ എക്സ്റ്റെൻഡേഴ്സുകളോ
എന്താണ് ആർട്ടിഫിഷ്യൽ നെയിൽസുകളൊന്നും തന്നെ തിയേറ്റേഴ്സിനകത്ത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ ഇതൊക്കെ എന്താണ് ഇതിന്റെ അകത്ത് പ്രൊട്ടക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കും. നെയിൽസ് ഒക്കെ ഇടുമ്പോൾ ചിപ്പ് നെയിൽ പോളിഷ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിന്റെ അകത്ത് ഈ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പം നമ്മളൊരു സ്റ്റെറൈൽ ഏരിയയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കൈകൾ കൊണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് ആ ഏരിയ എന്താണ് കണ്ടാമിനേറ്റഡ് ആകും, മലിനമാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യണം. അത്തരത്തില് ആർട്ടിഫിഷ്യൽ നെയിൽസുകളോ എക്സ്റ്റെൻഡേഴ്സോ ചിപ്പിഡ് നെയിൽ പോളിഷുകളോ ഒന്നും തന്നെ ഒരു തിയേറ്ററിനകത്ത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. അത് ഉപയോഗിക്കുന്നത് വഴി എന്താണ് ആ ഏരിയ കൂടുതൽ കണ്ടാമിനേറ്റഡ് ആകുന്നു, മലിനമാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ. സോ അവോയ്ഡ് ഇറ്റ്. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ്. ക്ലിയർ ആണോ? ഓക്കെ. യെസ്. തേർഡ് പോയിന്റ് എന്താണ്? തേർഡ് പോയിന്റ്, റിമൂവ് ഓൾ ജ്വല്ലറി. റിമൂവ് ഓൾ ജ്വല്ലറി. എന്താണ് തിയേറ്റേഴ്സിൽ നമ്മൾ ജ്വല്ലറി ഇട്ടിട്ടാണോ കയറുന്നത്? അല്ല. യെസ്. യെസ്, ജ്വല്ലറീസ് ഒന്നും തന്നെ അവിടെ തിയേറ്റേഴ്സിൽ ഉപയോഗിക്കാനായിട്ട് പാടുന്നതല്ല. ഓക്കെ. യെസ്. യെസ്, റിമൂവ് ഓൾ ജ്വല്ലറി. യാതൊരു വിധത്തിലുള്ള ആഭരണങ്ങളൊന്നും തന്നെ തിയേറ്റേഴ്സിൽ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? Put on surgical clothes, top and bottom. Surgical clothes must be worn only in the surgical area. എന്താണ് പറയുന്നത്? Put on surgical clothes, top and bottom. എന്താണ് തിയേറ്ററിൽ എന്ത് തരത്തിലുള്ള ക്ലോത്ത്സ് ആണ് വെയർ ചെയ്യേണ്ടത്? സർജറിക്കൽ ക്ലോത്ത്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ടോപ്പ് ടു ബോട്ടം. സർജൻസുകൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഗൗൺസിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഡ്രസ്സ് കണ്ടിട്ടില്ലേ? ടോപ്പ് ടു ബോട്ടം എങ്ങനെയായിരിക്കും? അങ്ങനെ കവർ ചെയ്തുകൊണ്ടായിരിക്കും അല്ലെ? ഒരു ഗ്ലൗസ്, ഒരു ഗൗൺ പോലത്തുള്ള ഡ്രസ്സുകളായിരിക്കും. അത് അവിടെ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. സർജറിക്കൽ ക്ലോത്ത്സ് സർജറിക്കൽ ഏരിയാസിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. മറ്റു ഏരിയാസിൽ അതുകൊണ്ട് പോകാനോ പാടില്ല. എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പിടിപെടാം അല്ലെ? അപ്പോ എന്താണ് സർജറിക്കൽ ക്ലോത്ത്സ് സർജറിക്കൽ ഏരിയാസിൽ മാത്രമായിരിക്കണം എന്താ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. Okay, then fourth point എന്താണ്? Cover shoes as per agency policy. Also cover head caps are used. Surgical masks also as per policy. എന്താണ് എങ്ങനെയുള്ള ഷൂസ് ആണ് ഇവിടെ ഉപയോഗിക്കാൻ പറയുന്നത്? കവേർഡ് ആയിട്ടുള്ള ഷൂസ് അല്ലേ? കവേർഡ് ഷൂസ് ആണ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പോളിസീസ് അനുസരിച്ച് അതിന്റെ അകത്ത് പ്രൊസീജിയേഴ്സ് അനുസരിച്ചുള്ള അപ്പോൾ നിയന്ത്രണങ്ങൾ അനുസരിച്ചിട്ട് വേണമെന്ന് ആ ഷൂസുകൾ ഉപയോഗിക്കാൻ. പ്രത്യേകിച്ച് കവർ ചെയ്തിട്ടുള്ള ഷൂസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഷൂസ് മാത്രമാണോ കവർ ചെയ്തിരിക്കുന്നത്? ടു കവർ ഹെഡ്. നമ്മള് തിയേറ്റേഴ്സിൽ കണ്ടിട്ടില്ലേ ക്യാപ്പ് വയ്ക്കുന്നില്ലേ കവർ ചെയ്തിട്ടുള്ളത്? കവർ ഹെഡ് ഒരു ഗ്രീൻ കളറിലേക്ക്, ഗ്രീനും വൈറ്റ് ഒക്കെ വെക്കുന്നുണ്ട്. ദെൻ ബ്ലൂ കളർ ഉണ്ട്, പല 3 കളേഴ്സ് ഉണ്ട്. Caps are used. Capsum use ചെയ്യാറുണ്ട്. Then surgical masks also as per policy. Surgical mask വരെ എന്താണ് അവിടുത്തെ പോളിസി അനുസരിച്ച് അവിടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് മാത്രമായിരിക്കും എന്താ സർജിക്കൽ മാസ്ക് വരെ ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന മാസ്കുകൾ അവിടെ മാത്രം ആ ഏരിയയിൽ മാത്രമായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഓക്കെ. യെസ്. പുറത്തുനിന്ന് ഒരു തരത്തിലുള്ള മെറ്റീരിയൽസോ ക്ലോത്ത്സോ ഒന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതിനകത്തുള്ള ഡ്രസ്സുകൾ മാത്രം, ക്ലോത്ത്സുകൾ മാത്രമായിരിക്കും നമ്മൾ തേച്ച് ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പോളിസീസ് അനുസരിച്ചിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള ഷൂസുകൾ എന്താണ്? ടു കവർ ഹെഡ് ക്യാപ്സ് ആർ യൂസ്ഡ്. സർജിക്കൽ മാസ്ക് ആൾസോ ആസ് പെർ പോളിസി. ഓക്കെ. പോളിസി നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കും അവിടെ എല്ലാ ക്ലോത്ത്സും വെയർ ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് സർജിക്കൽ ക്ലോത്ത്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സർജിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ബി വോൺ ഓൺലി ദ സർജിക്കൽ ഏരിയ. അവിടെ ഉപയോഗിക്കുന്ന ക്ലോത്ത്സുകൾ നമ്മൾ അവിടെ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ.
യെസ്, ഇത് സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പോളിസീസ് ആണ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പോളിസീസ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് പറയട്ടെ. ഇവിടെ വരെ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഇനി ഞാൻ കുറച്ച് ഗ്യാപ്പ് ഉള്ള കുട്ടികളോടൊന്ന് പറയട്ടെ കേട്ടോ. അവർക്ക് ചിലപ്പോ ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇതിൽ കുറെ പേര് എസ് ക്ലിയർ മാമെന്ന് വിടുന്നുണ്ട്. ചിലവർക്ക് ഒരു കുറെ ഗ്യാപ്പ് എടുത്ത് വന്നതാണെന്ന് പറയുന്നത്. നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാനൊരു കുറെ സമയം എടുക്കുന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ടാവും. ചിലപ്പോ ഒരു ടെൻഷൻ കൊണ്ടാണ്. നിങ്ങളത് പേടിക്കണ്ട. കുറച്ച് ക്ലാസ്സുകൾ കൂടി കഴിയുമ്പോൾ നിങ്ങള് ഇതെങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ വരും കേട്ടോ. അപ്പൊ അങ്ങനെ ഗ്യാപ്പ് വന്നവരാരും തന്നെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. പഠിക്കാൻ പറ്റുന്ന എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് പോകുന്നതും പറഞ്ഞു തരുന്നത്. ഓക്കെ, കാരണം മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും എളുപ്പമായിട്ടായിരിക്കും ഞങ്ങൾ ഇടുന്നത്. ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും ഒരേപോലെ തന്നെ മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുന്നതും ക്ലാസ്സിൽ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഗ്യാപ്പ് ഉള്ളവരാരും തന്നെ ഒരു ടെൻഷൻ അടിച്ച് ക്ലാസ്സിൽ ഇരിക്കണം. പതിയെ ക്ലാസ് പോകുന്നതിനനുസരിച്ച് അങ്ങ് മാറിക്കോളും. അയ്യോ എനിക്ക് കിട്ടുന്നില്ലല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ല, അവർക്കൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ ആർക്കും വേണ്ട. ഓക്കെ, യെസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്ന എന്താണ്? പെർഫോം a surgical hand scrub as per agency policy. Surgical hand scrub reduce bacterial count on hands before applying sterile gloves. Perform a surgical hand scrub as per agency policy. എന്താണ് ഇവിടെ സർജറിക്കൽ ഹാൻഡ് സ്ക്രബ് ഉപയോഗിക്കണം. എന്തിനാണ് ഹാൻഡ് സ്ക്രബ് ഉപയോഗിക്കുന്നത്? സർജറിക്കൽ ഹാൻഡ് സ്ക്രബ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഹാൻഡ്സ് ഹൈജീനിക് ആവുന്നതിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് എന്താണ്? റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് അല്ലെ, അതായത് ബാക്ടീരിയൽ കൗണ്ട്, ബാക്ടീരിയന്റെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലൊരു സർജറിക്കൽ സ്ക്രബ് യൂസ് ചെയ്തുകൊണ്ട് ഹാൻഡ്സ് വാഷ് ചെയ്യുന്നത് അല്ലെ, ഹൈജീനിക് ആക്കുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റെറൈൽ ഗ്ലൗസുകൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെ. ഗ്ലൗസസ് ഇടുന്നതിന് മുമ്പും ഇട്ടതിന് ശേഷം ഉപയോഗിച്ച ശേഷം എന്താണ് നമ്മൾ ഹാൻഡ് സ്ക്രബ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഡോക്ടേഴ്സും നഴ്സുമാരും ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും സ്ക്രബ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? എന്തിനു വേണ്ടിയിട്ടാണത്? ബാക്ടീരിയൽ കൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ബാക്ടീരിയൽ കൗണ്ട് റെഡ്യൂസ് ചെയ്ത് അതിന്റെ കൗണ്ട് കുറച്ചിട്ടാണ് എന്ത് പിന്നീട് നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. കൃത്യമായിട്ട് എന്താണ് ഓരോ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഹാൻഡ് സ്ക്രബുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഒരു ഓവർ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യേണ്ടത്. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ? ഹാൻഡ് സ്ക്രബ്, പ്രത്യേകിച്ച് സർജറിക്കൽ ഹാൻഡ് സ്ക്രബ് ഉപയോഗിച്ചുകൊണ്ട് ഹാൻഡ് വാഷ് ചെയ്യാനുള്ളത്. ഓക്കെ, യെസ്. Then sepsis denotes, last point, ശ്രദ്ധിക്കണം കേട്ടോ. Sepsis denote absence of diseases causing microorganisms. Septic techniques is a method used to avoid contamination from infectious agents, and it is used to keep alive a germ-free environment in the operating room. എന്താണ് സെപ്സിസ് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ സെപ്സിസ്? എന്താണ് സെപ്സിസ് എന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് വായിച്ചു നോക്കിയേ. സെപ്സിസ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സെപ്സിസ് denotes absence of diseases causing microorganism. എന്താണ് സെപ്സിസ് എന്ന് പറഞ്ഞാല്? സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള അവസ്ഥയാണ്. ഈ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്സിസ് എന്ന് പറയുന്നത്. അതാണ് സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്സിസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ അസെപ്റ്റിക് ടെക്നിക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്?
അസെപ്റ്റിക് ടെക്നിക്സ് ഈസ് മെത്തേഡ്, അതൊരു മെത്തേഡ് ആണ്. അസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മെത്തേഡ് ആണ്. അതായത് നമുക്ക് അണുവിമുക്തമാക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ്, സ്റ്റെറൈൽ ആക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ്, ടെക്നിക് ആണ് എന്ത് അസെപ്റ്റിക് എന്ന് പറയുന്നത്. It's a method used to avoid contamination from infectious agents. എന്താണ്? രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളിൽ നിന്ന് ആ എന്താണ് മാറ്റുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അണുവിമുക്തമാക്കുന്ന ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസെപ്റ്റിക് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻഫെക്ഷൻസ് ഏജൻസിൽ നിന്നും ആ ഒരു ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണ് എന്ത് അസെപ്റ്റിക് ടെക്നിക് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കീപ് അലൈവ് ജേർം ഫ്രീ എൻവയോൺമെന്റ് ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂം. അപ്പോ ഈ അസെപ്റ്റിക് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ എൻവയോൺമെന്റ്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ പരിസ്ഥിതി അണുവിമുക്തമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ്? ഈ അസെപ്റ്റിക് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കീടാണുക്കളെയും എല്ലാ ജേംസിനെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മളൊരു ജേം ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ്, അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരു ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. സെപ്സിസ് എന്ന് പറഞ്ഞ എന്താണ്? സെപ്സിസ് ഡിനോട്ട് ആബ്സെൻസ് ഓഫ് ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. സെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മാണുക്കളിൽ നിന്ന് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? സെപ്സിസ് എന്താണ്? സെപ്സിസ് ഡിനോട്ട് ആബ്സെൻസ് ഓഫ് ഡിസീസസ് എന്ന് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. സെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് ഓഫ് ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള അവസ്ഥയെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. അസെപ്റ്റിക് ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെറൈൽ ചെയ്യുക അല്ലെ, അണുമുക്തമാക്കുക. എങ്ങനെയാണ്? അസെപ്റ്റിക് ടെക്നിക് ഈസ് എ മെത്തേഡ്, ഒരു മെത്തേഡാണ് യൂസ്ഡ് ടു അവോയ്ഡ് കണ്ടാമിനേഷൻ ഫ്രം ഇൻഫെക്ഷൻ ഏജന്റ്സ്. രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ് എന്ത് അസെപ്റ്റിക് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അസെപ്റ്റിക് ടെക്നിക് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പൊ സ്റ്റെറൈൽ ആക്കാനായിട്ട് എന്തൊക്കെ, അണുവിമുക്തമാക്കാൻ എന്തൊക്കെ ടെക്നിക്സ് ആയിരിക്കും നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്? അസെപ്റ്റിക് ടെക്നിക്കിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? എന്തൊക്കെ വരുന്നു അതില്? ഗുഡ് ഹാൻഡ് ഹൈജീൻ അല്ലെ, നല്ല രീതിയിൽ ഫ്രീക്വന്റ് ആയിട്ട് കൈ കഴുകുന്നത്, അതൊരു അസെപ്റ്റിക് ടെക്നിക് ആണ്. ഗുഡ് ഹാൻഡ് ഹൈജീൻ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, എഴുതണമെന്നില്ല. ഗുഡ് ഹാൻഡ് ഹൈജീൻ ആൻഡ് പിന്നെന്താണ്? സ്റ്റെറിലൈസിങ് ടൂൾസ്. എല്ലാ ടൂൾസുകളും എന്ത് ചെയ്യണം? സ്റ്റെറിലൈസേഷൻ ചെയ്യണം അല്ലെ. സ്റ്റെറിലൈസിങ് ടൂൾസ്, സ്റ്റെറിലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അണുമുക്തമാക്കുക. പിന്നെന്താണ്? ഡിസ്പോസിംഗ് ഓഫ് കണ്ടാമിനേറ്റഡ് വേസ്റ്റ് അപ്രോപ്രിയറ്റ്ലി. മലിനമായിട്ടുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ മെറ്റീരിയൽസും എന്താണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ഡിസ്പോസിബിളിൽ തന്നെ, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്ന എന്താണ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, അതിൽ മാത്രമായിരിക്കണം നമ്മൾ മലിനമായ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നത്? ഡിസ്പോസ് ചെയ്യേണ്ടത്. ഡിസ്പോസിംഗ് ഓഫ് കണ്ടാമിനേറ്റഡ് വേസ്റ്റ് അപ്രോപ്രിയറ്റ്ലി. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഈ അസെപ്റ്റിക് ടെക്നിക്. ഒരു ഏരിയനെ നമ്മൾ എങ്ങനെയൊക്കെ അണുവിമുക്തമാക്കാം, അതിന് എന്തൊക്കെ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസെപ്റ്റിക് ടെക്നിക്സുകൾ എന്ന് പറയുന്നത് അല്ലെ. വൃത്തിയായിട്ട് കൈകൾ കഴുകുക, പരിസരം എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, വേസ്റ്റഡ് മെറ്റീരിയൽസ് അതിന്റെ ഡിസ്പോസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സിൽ മാത്രം ഡിസ്പോസ് ചെയ്യുക. അത്തരത്തിൽ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുക, ഏരിയയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നിക്സും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? അസെപ്റ്റിക് ടെക്നിക്സിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, എന്തിനാണ് ഈ ടെക്നിക്സ് ഉപയോഗിക്കുന്നത്? ടു കീപ് എ ലൈവ് germ free environment in the operating theater. ഓപ്പറേഷൻ തിയേറ്ററിനെ germ free environment ആയിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അസെപ്റ്റിക് ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്, ക്ലിയർ ആണല്ലോ? കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ? കണ്ടാമിനേഷൻ
സെപ്സിസ് എന്ന് വെച്ചാൽ എന്താണ്? സെപ്സിസിന്റെ മീനിങ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. സെപ്സിസ് ഡിനോട്ട് ആബ്സെൻസ് ഓഫ് ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. ഇവിടെ രോഗാണുക്കൾ ഇല്ലാത്തൊരു അവസ്ഥ, അതായത് സൂക്ഷ്മ രോഗാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു അവസ്ഥയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. സെപ്സിസ് എന്ന് പറയുന്നത് എക്സാമിന് അത് ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ഈസ് സെപ്സിസ് എന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? ആബ്സെൻസ് ഓഫ് ഡിസീസസ് ആണ്. ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. സൂക്ഷ്മ രോഗാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായ അവസ്ഥയിലാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, എത്ര പ്രാവശ്യം പറഞ്ഞു മനസ്സിലായില്ലേ? Sepsis denote absence of diseases causing microorganism. Okay. Yes. ഇനി അസെപ്റ്റിക് ടെക്നിക് എന്ന് പറഞ്ഞ എന്താണ്? അസെപ്റ്റിക് ടെക്നിക് എന്ന് പറഞ്ഞേ. അസെപ്റ്റിക് ടെക്നിക് എന്താണ്? എങ്ങനെയാണ് അസെപ്റ്റിക് ടെക്നിക് ഉപയോഗിക്കുന്നത്? അണുവിമുക്തമാക്കുന്ന പ്രക്രിയ. അത്രയും മനസ്സിലാക്കൂ. ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ടെൻഷൻ ആയിട്ട് ചെന്ന് പഠിക്കുന്ന അത്രയും കാര്യങ്ങൾ സ്റ്റെറൈൽ ആക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? സെപ്റ്റിക് ടെക്നിക് എന്ന് പറയുന്നത് കേട്ടോ. ജം ഫ്രീ ആക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ അണുവിമുക്തമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? സെപ്റ്റിക് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അത് ചിലപ്പോൾ സെന്റൻസ് ഇങ്ങനെ കാണിക്കുമ്പോൾ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപാടുള്ള പോലെ തോന്നുന്നതായിരിക്കും. യെസ്. അവോയ്ഡ് കണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ മലിനമാക്കുന്നത്, ആ അവസ്ഥ ഒഴിവാക്കുക എന്നുള്ള മീനിങ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്തിൽ നിന്ന്? ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഇൻഫെക്ഷസ് ഏജൻസിൽ നിന്ന്, അതായത് സൂക്ഷ്മ രോഗാണുക്കളിൽ നിന്ന് സ്വതന്ത്രമാകുന്ന അവസ്ഥ. കണ്ടാമിനേഷൻ മീൻസ് മലിനീകരണം, മലിനീകരിക്കുക. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ. പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT. ഒരു OT-യിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് എന്തെല്ലാം പോളിസീസുകൾ അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ അകത്ത് പ്രവേശിക്കേണ്ടത്? എന്തൊക്കെയാണ് പറഞ്ഞത്? ഓരോരുത്തർ ഓരോ പോയിന്റ്സ് പറയാൻ പറ്റുമോ? ഓരോരുത്തരായിട്ട് ഒരു പോയിന്റ്സ് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞേ. ശരണ്യ, ശരണ്യ പറയൂ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞേ. പറയൂ പറയൂ, മൈക്ക് ഓൺ ആണ്, പറയൂ. മിണ്ടില്ല നിങ്ങളാണ്. ഓക്കെ, മൈക്ക് ഓൺ ആണ്, പറഞ്ഞോളൂ. പറയില്ല. ഓക്കെ, ഫസ്റ്റ് എന്താണ്? നമ്മള് ID ഷോ ID വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഐഡന്റിറ്റി കാർഡ് കാണിച്ചിട്ട് ഓരോ പേഴ്സൺസ് ഐഡന്റിറ്റി ഷോ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും അതിന്റെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കുക. പിന്നെ എന്താണ്? ആർട്ടിഫിഷ്യൽ നെയിൽസോ എക്സെൻഡേഴ്സോ ചിപ്പ് നെയിൽസോ ഒന്നും ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കാനായിട്ട് പാടില്ല. അല്ല, അതിലെന്താണ്? അതിലെ കൂടുതൽ മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊന്നും ഹാൻഡ്സിൽ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ അത് മലിനമായ ഒരു ഏരിയ അത് കണ്ടാമിനേറ്റഡ് ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ്സുകളൊന്നും തന്നെ തിയേറ്ററിൽ ഉപയോഗിക്കാൻ പാടില്ല. ദെൻ റിമൂവ് ഓൾ ജ്വല്ലറി, ഒരു തരത്തിലും ആഭരണങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ദെൻ പുട്ട് സർജറിക്കൽ ക്ലോത്ത്സ്, സർജറിക്കൽ ക്ലോത്ത്സ് വെയർ ചെയ്യണം. സർജറിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് നോട്ട് ഓൺലി ദ സർജറിക്കൽ ഏരിയ, അവിടെ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അവിടെ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെന്താണ്? ഷൂസ് ഒക്കെ കവേർഡ് ആയിരിക്കണം. Cover to head, caps are used, surgical mask also as per policy. Then ഒരു സർജിക്കൽ ഹാൻഡ് സ്ക്രബ് യൂസ് ചെയ്തിരിക്കണം. സർജിക്കൽ ഹാൻഡ് സ്ക്രബ് എന്തിനാണ്? റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് ഓൺ ഹാൻഡ്സ് ബിഫോർ അപ്ലൈയിങ് സ്റ്റെറൈൽ ഗ്ലൗസ്. ഹാൻഡ് സ്ക്രബ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടത്. Then sepsis. Sepsis എന്താണ്? Denotes absence of diseases causing microorganisms. സെപ്റ്റിക് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത്? ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എൻവയോൺമെന്റ് ജെം ഫ്രീ ആയിട്ട് നിലനിർത്തുന്നത്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏജൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്റ്റിക് ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT.
യെസ്. ഓക്കെ ഓക്കെ ശരി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങും. എന്തെങ്കിലും വായിക്കാൻ പറയുന്ന സമയത്ത് വായിക്കണം കേട്ടോ. ഇതിന്റെ ക്ലാസ് ഭയങ്കര ബോറായിട്ട് പോകും. ഓക്കെ താങ്ക് യു. ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അതുവരെ ടെക്സ്റ്റ് ഉള്ളവർക്ക് ഇതൊന്ന് പഠിച്ചിട്ട് പോരാ കേട്ടോ. വായിച്ചു നോക്കണം, മറന്നു പോകരുത്.